കുഞ്ഞോനെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ നീ ഒരു വലിയ ചാക്ക് നിറയെ കുറെ കുപ്പിയായിട്ടൊക്കെ ബിവറേജിന് വാർത്തിരിക്കുന്നുണ്ടല്ലേ? ആ വിളിച്ചൊന്നുമില്ല. അത് ഞാൻ അതൊക്കെ മറന്നുപോയി. പിന്നെ ആരായിട്ടൊക്കെ പറയുന്നിട്ട് നീ ബിവറേജിന് മുമ്പ് കുപ്പിയായിട്ട് നിൽക്കുന്നത് എന്തോ കുപ്പി കച്ചവടം തുടങ്ങി. എന്റെ പൊന്നണ്ണ, യവന്മാര് കാണിക്കണ തെമ്മാടിത്തരമല്ലേ? നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച് കുടിക്കണ സാധനം ഈ കുപ്പികൾ നമ്മൾ എവിടെ കൊണ്ട് കളയും? പഞ്ചായത്ത് കൊണ്ടൊന്നും ഇടാൻ പറ്റുമോ? മുനിസിപ്പാലിറ്റി കൊണ്ടൊന്നും ഇടാൻ പറ്റുമോ? നിനക്കൊക്കെ വേറെ പണിയില്ലേ? ഇവരും യഥാർത്ഥത്തിലുള്ള വിലയുടെ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്നത്. ഈ മദ്യപാനികളെയും ഈ ലോട്ടറി കച്ചവടക്കാരന്മാരെയൊക്കെ കൊണ്ടാ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് കുപ്പി പോലും എടുക്കത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇല്ല ഇവര് വരുന്നത് എന്തൊരു ദുരിത കർമ്മസേനെ, ഹരിത കർമ്മസേന. അവർക്ക് 50 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ പോലും അവരിതെടുക്കൂല. അവർക്ക് പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഇത് കഴുകി എടുത്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഈ കഴുകണ സമയം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു പെഗ്ഗൂടെ അടിച്ചൂടെ? മദ്യത്തിന്റെ കുപ്പി ആയാലും കഴുകി കൊടുത്താലും അവരെടുക്കൂല. അപ്പൊ നമ്മള് ഇത് കഴുകി കൊടുത്താലും അവർക്ക് വേണ്ട. പിന്നെ ഇത് എവിടെ കൊണ്ടുവന്ന് ഞാൻ കളയും? അതുകൊണ്ട് ഈ കുപ്പികളെല്ലാം കൂടെ വാരി ഞാൻ വിവരിച്ചു പോയി വാച്ചെടുത്ത് തന്നെ കൊടുക്കാന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ് ഇത്രയും പ്രശ്നമായത്. അത് ശരി, അവിടെ എടുക്കൂല. അവിടെ വെറും വേസ്റ്റ് പേപ്പറും സാധനങ്ങളൊക്കെ അവരെടുക്കും. അതിനാ അവിടെ വലിയൊരു ബീപ്പ് വെച്ചിട്ടുണ്ടല്ലേ? അത് വേസ്റ്റ് പേപ്പർ മാത്രമേ എടുക്കൂ. ഈ കുപ്പി അവരെടുക്കൂല. നിങ്ങൾ മദ്യം കഴിക്കണ്ടെന്ന് വെക്കണം, അത്രയല്ലേ ഉള്ളൂ. കൈ ഇരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന നായ വാങ്ങിക്കണോടാ. ഞാൻ മദ്യപാനം നിർത്തി. ഈ കുപ്പി കളയാൻ സ്ഥലമില്ലാത്തോണ്ട് ഞാൻ കൂടി അങ്ങ് മതിയാക്കി.